എല്ലാവർക്കും സക്സസ് അക്കാഡമി കൊച്ചി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്കിന്ന് SSC RRB PYQ സീരീസിലെ ക്വസ്റ്റ്യൻ ചെയ്താലോ? റെഡിയാണോ എല്ലാവരും? ഗൈസ്, ലെറ്റ്സ് ഡു ഇറ്റ്. വിപിൻ റൺസ് എ ജ്യൂസ് കോർണർ ഔട്ട്സൈഡ് എ പാർക്ക് ആൻഡ് സെൽസ് മാംഗോ ജ്യൂസ്. മാംഗോ ജ്യൂസിൽ എന്തൊക്കെയുണ്ട്? മാംഗോയുമുണ്ട്, വാട്ടറുമുണ്ട്. ഇൻ ദ മോർണിംഗിലാണ് പുള്ളി വിൽക്കുന്നത്. അപ്പോൾ രാവിലെ വിൽക്കണതിന് ഇനീഷ്യലി എത്രയുണ്ട്? ഇനീഷ്യലി ഹാഡ് 90 ലിറ്റർ. അപ്പോൾ 19 ലിറ്ററാണ് പുള്ളിക്ക് ഇനീഷ്യലി ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനീഷ്യലി ഉള്ള ക്വാണ്ടിറ്റി 19. വിച്ച് ഹാഡ് മാംഗോ ആൻഡ് വാട്ടർ ഇൻ ദ റേഷ്യോ. ഇതിൻ്റെ റേഷ്യോ എത്രയാണ്? 2:9 ആണ്. മാംഗോ ഈസ് ടു വാട്ടർ 2:9 ആണ്. ഹീ സോൾഡ് 2 ലിറ്റേഴ്സ്. ഇതിലെന്താണ്? 2 ലിറ്റർ സെല്ല് ചെയ്ത്. ബാക്കി എത്രയുണ്ട്? റിമൈനിങ് 17 ലിറ്റർ. അപ്പോൾ എന്താണ്? 2 ലിറ്റർ മിക്സ്ചർ സോൾഡ് ചെയ്ത് ബാക്കി എത്രയുണ്ട്? 17 ലിറ്റർ ഉണ്ട്. ഈ 17 ലിറ്ററിൻ്റെയും റേഷ്യോ എന്തായിരിക്കും? 2:9 ആയിരിക്കും. പിന്നെ ആളെന്ത് ചെയ്ത്? ഇൻ ഓർഡർ ടു ഡൈലൂട്ട് ഇറ്റ് ഹീ ആഡഡ് സം വാട്ടർ ആൻഡ് ദ റേഷ്യോ. വെള്ളം ആഡ് ചെയ്തു, സം വാട്ടർ ആഡ് ചെയ്തു. അപ്പോൾ വെള്ളം മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ, മനസ്സിലാക്കണം. മാംഗോയുടെ ക്വാണ്ടിറ്റി എന്താവണം? സെയിം തന്നെയായിരിക്കും. ആൻഡ് ഇൻ ദ റേഷ്യോ ഓഫ് ദ മാംഗോ ആൻഡ് വാട്ടർ ബിക്കം. മാംഗോൻ്റെ വാട്ടർ എന്ത് ചെയ്യും? മാംഗോൻ്റെ വാട്ടറിൻ്റെ റേഷ്യോ 1:5 ആകും. ഓക്കെ, 1:5 ആയില്ലേ മാംഗോൻ്റെ വാട്ടറിൻ്റെ റേഷ്യോ? നമുക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഹൗ മച്ച് വാട്ടർ വാസ് ആഡഡ്. എന്തോരം വെള്ളമാണ് ആഡ് ചെയ്തതെന്ന് മനസ്സിലാക്കണം. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളം ആഡ് ചെയ്തപ്പോൾ അതിൻ്റെ റേഷ്യോ എന്തായി? 1:5 ആയി. അപ്പോൾ എന്താണ് ആ റേഷ്യോയിലുള്ള കാര്യത്തിൽ എന്താണ്? മാംഗോയുടെ ക്വാണ്ടിറ്റി രണ്ടിലും കോൺസ്റ്റൻ്റ് ആണ്. എന്ത്? 17 ലിറ്റർ ബാക്കിയുള്ളതിൻ്റെ റേഷ്യോ 2:9 തന്നെയാണ്. കാരണം എന്താണ്? ഒരു മിക്സ്ചറിൽ നിന്ന് മിക്സ്ചർ ഡ്രോ ചെയ്യുമ്പോൾ അതിൻ്റെ റേഷ്യോ ഒരിക്കലും മാറില്ല. കാരണം ഡ്രോ ചെയ്യുന്നതിൻ്റെ റേഷ്യോ സെയിം ആണ്, മിക്സ്ചറിൻ്റെ റേഷ്യോ സെയിം ആണ്, റിമൈനിങ് വരുന്നതിൻ്റെ റേഷ്യോ സെയിം ആയിരിക്കും. അപ്പോൾ എന്താണ്? സെയിം റേഷ്യോ തന്നെ കിട്ടുമ്പോൾ എന്താകും? ആ റേഷ്യോ 2:9 ടോട്ടൽ എത്രയാണ്? 11 ആണ്. എന്ത്? 17 ലിറ്റർ. അതിൽ നിന്ന് എന്തായി? കുറച്ച് വെള്ളം ആഡ് ചെയ്ത്. വെള്ളം എന്തോ ആഡ് ചെയ്ത് അതിൻ്റെ റേഷ്യോ എന്തായി? 1:5 ആയി. നമുക്ക് എന്തറിയാം? ഇതിൽ മാംഗോയുടെ റേഷ്യോ കോൺസ്റ്റൻ്റ് ആണ്. മാംഗോയുടെ കോൺസ്റ്റൻ്റ് ഇതെന്താണ്? 2 ആണ്. 2 1 സെയിം ആണ് എന്ന് പറഞ്ഞാൽ എന്താ? 2 1 സെയിം ആക്കാൻ ശ്രമിക്കുക. റേഷ്യോയിൽ സെയിം ആക്കാൻ ശ്രമിച്ചാൽ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? 2 വെച്ച് മൾട്ടിപ്പിൾ ചെയ്യുക. അപ്പോൾ എത്ര വരും റേഷ്യോ? പുതിയത് 2:10 വരും. റേഷ്യോ മാറിയില്ലേ? ഇപ്പം എന്തായി? മാംഗോയുടെ റേഷ്യോ 2 ആയിരുന്നു ഇനീഷ്യലിൽ 2, ഫൈനലിൽ 2:2. ഇത് രണ്ടും സെയിം ആയി. പിന്നെ എന്താണ്? ഇനീഷ്യൽ വാട്ടർ ക്വാണ്ടിറ്റി 9 ആയിരുന്നു, അതെന്തായി? 10 ആയി. എത്രയായി കൂടിയത്? 1 ആണ് കൂടിയത്. ആ 1ൻ്റെ വാല്യൂ അല്ലേ നമുക്ക് വേണ്ടത്? എന്തോരം വെള്ളം ആഡ് ചെയ്തെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ആ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റിയാണ് നമുക്ക് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാവുന്ന കേസ് എന്താണ്? ഇത് എല്ലാത്തിൻ്റെയും ക്വാണ്ടിറ്റി എത്രയാണ്? 17 അല്ലേ ഇത്? അപ്പോൾ 11 എന്ന് പറഞ്ഞാൽ 17 ആണ്. അങ്ങനെയാണെങ്കിൽ 1 അല്ലേ വേണ്ടത്? 17/11 എത്ര വരും? 17ൽ എത്ര 11 ഉണ്ട്? ഒരു പ്രാവശ്യം. ബാക്കി റിമൈൻഡർ 6 എന്ന് പറയുമ്പോൾ 60 ആക്കണം. 60 ആക്കുമ്പോൾ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കണ്ടേ? 60ൽ എത്ര പ്രാവശ്യം? 5 പ്രാവശ്യം. പിന്നെ 5 എന്ന് പറയുമ്പോൾ 4 പ്രാവശ്യം വരും. ഓക്കെ, 1.54 ലിറ്റർ ആണ് നമ്മുടെ ആൻസർ വന്നത്. ഓക്കെ അല്ലേ? 1.54 ആണ് നമുക്ക് കിട്ടിയ ആൻസർ. അത് അപ്രോക്സ് ചെയ്തിട്ട് ഓപ്ഷനിൽ എന്താ ഉള്ളത്? 1.5 2 ലിറ്റർ, 2.5 1 ലിറ്റർ. അപ്രോക്സ് ചെയ്ത് 1.5 ലിറ്റർ ആക്കാം. 1.5 ലിറ്റർ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ അല്ലേ? 1.5 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഏകദേശം പക്കയല്ലേ? തന്നിരിക്കുന്ന ക്വാണ്ടിറ്റിയിലും മാംഗോയുടെ റേഷ്യോ ക്വാണ്ടിറ്റി സെയിം ആയതുകൊണ്ട് നമ്മൾ റേഷ്യോയിലും അത് സെയിം ആക്കുന്നു. റേഷ്യോയിൽ സെയിം ആക്കുമ്പോൾ എന്ത് പറ്റും? 2:10 2:9 വന്ന് അത് വെച്ച് നമുക്ക് 1 എന്ത് കിട്ടും? 17/11 എന്ന് കിട്ടും. ആ ക്വാണ്ടിറ്റിയുടെ വാല്യൂ ആണെന്ത്? 1.5 ലിറ്റേഴ്സ്. ഓക്കെ അല്ലേ?